നമസ്കാരം. ദ റിയൽ സ്റ്റോറിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ദ റിയൽ സ്റ്റോറിയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ വ്യക്തിയുടെ ഭാര്യയെക്കുറിച്ചാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതി സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലറുടെ ഭാര്യയായിരുന്നു ഇവ ബ്രൗൺ. ക്രൂരനായ ഹിറ്റ്ലറുടെ ഹൃദയം കവർന്ന ഒരാളല്ല ഇവ. ധാരാളം പേരിൽ ഒരാൾ മാത്രമായിരുന്നു ഇവ. ഹിറ്റ്ലറുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് ഇവയ്ക്ക് കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. 40 വയസ്സുകാരനായ ഹിറ്റ്ലറെ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ ഇവയ്ക്ക് പ്രായം 17 വയസ്സ് മാത്രം. 1930കളുടെ ആദ്യ പാദം കാലഘട്ടമായിരുന്നു അത്. ഹിറ്റ്ലർ എന്ന മനുഷ്യന്റെ അധികാരത്തിലേക്കുള്ള സ്ഥാനാരോഹണത്തിന്റെ ആദ്യ നാളുകളായിരുന്നു അത്. ഈ സമയമാണ് ഇവയും ഹിറ്റ്ലറും ആദ്യമായി കാണുന്നത്. ഹിറ്റ്ലറുടെ ക്യാമറാമാൻ ഹെൻറിച്ച് ഹോഫ്മാൻ എന്നയാളുടെ സഹായിയായി ഇവ ജോലി നോക്കുന്ന കാലം. ഏകാധിപതിയായ ഹിറ്റ്ലറെ ഇവ കാണുന്നത് ഹെൻറിച്ചിന്റെ ഓഫീസിൽ വെച്ചാണ്. അധികം വൈകാതെ പ്രായങ്ങൾ തമ്മിലുള്ള അന്തരം കേവലം അക്കങ്ങളായി മാറി. അവർ ഇരുവരും തമ്മിൽ ആകൃഷ്ടരാവാൻ അധികം സമയം വേണ്ടി വന്നില്ല. എന്നാൽ ഇവയ്ക്കറിയാത്ത മറ്റൊരു കാര്യം ഉണ്ട്. ഇതേ സമയം തന്നെ തന്റെ മരുമകളായ ജെലി റോബളുമായി ഹിറ്റ്ലർ ജീവിക്കുകയായിരുന്നു. എന്നാൽ ആ ജീവിതം അധികം നീണ്ടുപോയില്ല. ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ ജെലി മരണപ്പെട്ടു. ജെലിയുടെ മരണത്തോടെ മാനസികമായി തകർന്ന ഹിറ്റ്ലറെ ഇവ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചു. അതിനായി ഹിറ്റ്ലർക്ക് പിന്നാലെ സഹായിയായി ഇവ നിലകൊണ്ടു. എന്നാൽ ഉറങ്ങുമ്പോൾ പോലും ശ്രദ്ധാലുവായ ഹിറ്റ്ലർ തന്റെ ചാരന്മാർ വഴി ഇവയെക്കുറിച്ച് അന്വേഷിച്ചു. ഇവയ്ക്ക് ചാര സംഘടനകളുമായി ബന്ധമൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിനു ശേഷമാണ് ഹിറ്റ്ലർ ഇവയ്ക്ക് സ്വന്തം കാര്യങ്ങളിലേക്ക് അനുമതി നൽകിയത്. ഔദ്യോഗികമായി റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമാണ് ഇവയ്ക്കൊപ്പമുള്ള ഹിറ്റ്ലറുടെ ബന്ധം ആരംഭിച്ചത്. എന്നാൽ ഹിറ്റ്ലർ ഒരിക്കലും ഇവയ്ക്കൊരു ജീവിതം കൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല. നിരന്തരം ഹിറ്റ്ലർ ഇവയെ പറ്റിച്ചുകൊണ്ടിരുന്നു. ജർമ്മൻ നടിയായ റെനേറ്റ് മുള്ളറുമായി ഹിറ്റ്ലർക്കുണ്ടായിരുന്ന ബന്ധം അക്കാലത്ത് പ്രസിദ്ധമായിരുന്നു. ഇത്തരത്തിലൊരു തുറന്ന ബന്ധത്തിനു ഇവ തയ്യാറായിരുന്നില്ല. ഈ ബന്ധം ഇവയെ അസ്വസ്ഥയാക്കി. ഹിറ്റ്ലറുടെ ശ്രദ്ധയും സ്നേഹവും കിട്ടാനായി ഇവ തന്റെ ജീവൻ തന്നെ തുലാസിൽ വെച്ചു. സ്വയം നിറയൊഴിച്ച് അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഹിറ്റ്ലർ ഇതിനോട് പ്രതികരിച്ചു. അവിടെ മുതൽ ഇവയെ നോക്കിക്കോളാമെന്ന് ഹിറ്റ്ലർ വാക്ക് നൽകി. നഷ്ടമായത് തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു ഇവയ്ക്കപ്പോൾ. എന്നാൽ ഹിറ്റ്ലർ നൽകിയ ആ വാക്കുകളും വിസ്മരിക്കപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം 3 മാസത്തോളം ഹിറ്റ്ലർ ഇവയെ തിരിഞ്ഞു നോക്കിയില്ല. ഇവ ആകെ തകർന്നുപോയി. ഒറ്റപ്പെടലും ദുഃഖവും അവരെ ഒരിക്കൽ കൂടി ആത്മഹത്യാ ശ്രമത്തിലെത്തിച്ചു. മരിച്ചാൽ ദുഃഖത്തിനവസാനം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ ഹിറ്റ്ലറും ഒത്ത ജീവിതം. ഇവ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇത്തവണ അമിതമായ ഡോസിൽ ഉറക്കഗുളിക കഴിച്ചാണ് ഇവ സ്വയം ജീവനൊടുക്കാൻ നോക്കിയത്. അവിടെയും ജീവിതം ഇവയ്ക്ക് മറ്റൊരു അവസരം നൽകി. ഒരിക്കൽ കൂടി ജീവിതത്തിലേക്ക് ഇവ തിരിച്ചെത്തി. എന്നാൽ ഇത്തവണ ആ കഠിനനായ ഏകാധിപതിക്ക് ആ സ്നേഹത്തിനു മുന്നിൽ തലകുനിക്കേണ്ടി വന്നു. ഒടുവിൽ ഹിറ്റ്ലർ ഇവയെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. അവർ ഒരുമിച്ച് താമസം തുടങ്ങി. പക്ഷെ അവിടെയും ഇവയ്ക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായി. ഹിറ്റ്ലറുടെ മുൻ ഭാര്യ ജെലി റോബോളിന്റെ മാതാവ് അവിടെ ഹിറ്റ്ലർക്കൊപ്പം താമസമുണ്ടായിരുന്നു. അവർ ഇവയുടെ അവിടത്തെ ജീവിതം നരക തുല്യമാക്കി. ഇതെല്ലാം കാരണം ഹിറ്റ്ലർ ഒരിക്കലും ഇവയെ പൊതുസമൂഹത്തിൽ ഇറക്കിയില്ല. മാത്രവുമല്ല, വനിതകളായ തന്റെ ആരാധികമാരെ തന്റെ ബന്ധം തുറന്നു പറഞ്ഞ് നിരാശപ്പെടുത്തേണ്ടെന്നും അദ്ദേഹം കരുതി. ഇത് കാരണം തന്നെ ഏറിയ പങ്കും ഇവ അന്തർമുഖിയായിരുന്നു. ഹിറ്റ്ലറുടെ പേഴ്സണൽ സെക്രട്ടറിയായി ഇവ അധികാരമേറ്റു. പൊതുസമൂഹത്തിൽ ഹിറ്റ്ലറുമായി അടുത്തിടപഴകാനോ സ്നേഹം പ്രകടിപ്പിക്കാനോ ഇവയ്ക്ക് അവസരമില്ലായിരുന്നു. അതിഥികൾ വരുമ്പോൾ ഇവയോട് സ്വന്തം മുറിയിലേക്ക് മടങ്ങിപ്പോകാൻ ഹിറ്റ്ലർ നിർദ്ദേശിക്കുമായിരുന്നു. ഒരിക്കലും അതിഥികൾ പോലും ആ ബന്ധം അറിയരുത് എന്ന് ഹിറ്റ്ലർക്ക് നിർബന്ധമുണ്ടായിരുന്നു. തന്നേക്കാൾ 2 ദശാബ്ദത്തോളം പ്രായമേറിയ ഒരു മനുഷ്യനെയായിരുന്നു ഇവയെന്ന ചെറിയ പെൺകുട്ടി പ്രണയിച്ചത്. തന്റെ ജീവിതത്തിലെ നല്ലൊരു ഭാഗവും പരാതികളില്ലാതെ ഇവ കാത്തിരിപ്പിനു വേണ്ടി നീക്കിവെച്ചു. ഇവ കാത്തിരിക്കുകയായിരുന്നു പൊതുസമൂഹത്തിൽ ഹിറ്റ്ലർ പരിചയപ്പെടുത്തുന്ന നാളിനായി. ആ മനുഷ്യനും ഒന്നിച്ച് അല്പമെങ്കിലും കിട്ടുന്ന സമയത്തിനായി നിറഞ്ഞ മനസ്സോടെ പൂർണ്ണമായും ഹിറ്റ്ലർ ഇവയുടേത് മാത്രമാകുന്ന നിമിഷത്തിനായി. എന്നാൽ ഇവയൊന്നും ഇവയ്ക്ക് ലഭിച്ചില്ല. അവസാന സമയത്ത് കഥ ഇങ്ങനെയായില്ല. തന്റെ ആസന്നമായ പതനം ഹിറ്റ്ലർ മുൻകൂട്ടി കണ്ടു. താൻ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണെന്ന് ഹിറ്റ്ലർ മനസ്സിലാക്കി. ആത്മാഭിമാനിയായ ഹിറ്റ്ലർ കീഴടങ്ങാൻ
ഒരുക്കമല്ലായിരുന്നു. ഇവയ്ക്കൊപ്പം ആത്മഹത്യ ചെയ്യാൻ ഹിറ്റ്ലർ തീരുമാനിച്ചു. താൻ പ്രണയിച്ച പുരുഷനുമൊത്ത് ആ തീരുമാനം ഇവയ്ക്ക് സ്വീകാര്യമായിരുന്നു. എന്നാൽ ഹിറ്റ്ലർ അവസാനമായി ഇവയുടെ ആഗ്രഹം സഫലമാക്കാൻ തീരുമാനിച്ചു. ഇവയുടെ അവസാന ആഗ്രഹം എന്നോണം രാത്രി പള്ളിയിൽ വെച്ച് ഹിറ്റ്ലർ ഇവയെ തന്റെ ജീവിത സഖിയാക്കി. മൂന്നാമത്തെയും അവസാനത്തെയും ആത്മഹത്യാ ശ്രമത്തിൽ ഇവ വിജയിച്ചു. താൻ ജീവിതകാലം മുഴുവൻ സ്നേഹിച്ച പുരുഷനൊപ്പം ചേർന്നിരുന്ന് സസന്തോഷം മിസ് ഇവയല്ല മിസ്സിസ് ഇവ ബ്രൗൺ അവരുടെ ഇഹലോകവാസം ഒരുമിച്ച് അവസാനിപ്പിച്ചു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.